എടാ ക്ലീറ്റസ് എന്താ നീ കാണിക്കണം? നല്ല ബാക്കിലാണ് കാണാൻ പാടില്ല. അയ്യോ സോറി, കണ്ടില്ല. ക്ഷമിക്കേ, എന്നാ പിടിച്ചോ. ഇനി ചത്താലും കുഴപ്പമില്ല. ഏതാണ് ഇയാള്? കുഴപ്പമില്ല, പേടിക്കണ്ട. ചെറിയ എന്താ പേരെന്നാ പറഞ്ഞത്? മാംസളകുമാരി. എങ്ങനെ? മാംസളകുമാരി. ഇതിലെവിടെയാടി മാംസം? ക്ലീറ്റസ് നീ പോ, സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോ. അതെ, ഞാൻ വരുന്നത് പ്രമാണിച്ച് ഇവിടെ വെടിക്കിട്ടൊന്നുമില്ലേ? നീ വന്നിട്ടുണ്ടല്ലോ, ഇനിയിപ്പോ അതും കൂടെ ഏർപ്പാട് ചെയ്യേണ്ട കേസ്. അയ്യോ, ഇയാളെന്തീ കാണിക്കുന്നത്? എടോ ശംഭു ഹാൻസ്, ഈ വക സാധനങ്ങളെ കുത്തിത്തിരികെ ചുണ്ടിനിടയിൽ വെക്കാൻ പാടില്ല. തൊള വരും തൊള. ഇത് കണ്ടോ? ഇതെന്താടി പഞ്ചായത്ത് കാണുക? അപ്പൊ ഞാൻ ഇത്തിരി കാണിച്ചു വെച്ചപ്പോ ഭയങ്കര പരാതിയാ. അന്യ സിനിമയിൽ വിക്രം കാണിക്കുന്നുണ്ടോ? വിക്രം എന്ത് കാണിച്ചെന്ന്? വിക്രം എങ്ങനെ? എടോ അതൊരു സ്റ്റൈലല്ലേടോ? അത് സ്റ്റൈലല്ല, പിന്നെ ഹാൻസ് വെച്ചിട്ട് തോണ്ടിക്കളാണ് ഇങ്ങനെ. ഈശ്വര, അങ്ങനെയായിരുന്നു. ഞാനിത് ഇപ്പോഴാണ് അറിഞ്ഞത്. ശരി, എന്നാ പ്രസംഗം പ്രിയമുള്ളവരെ, ഈ പൊറോട്ട ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പൊറോട്ടയിലടി ബീഫായിരുന്നു, സോറി, ബീഫ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പൊന്നെ മാഡം, പൊറോട്ടയും ബീഫൊന്നും അല്ല, വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഈ പരിപാടിയിൽ കഴിഞ്ഞ വർഷവും ഞാൻ ഈ വേദിയിൽ വന്നിരുന്നു. അത് വൺ മിസ്റ്റർ കഞ്ഞിക്കുഴിയിൽ കുഞ്ഞികൃഷ്ണന്. കഞ്ഞികൃഷ്ണൻ കപ്പകഴി കുഞ്ഞി കപ്പ കരിമീൻ മീൻ പൊള്ളിച്ചത്. നിന്റെ സംസാരം കേൾക്കുമ്പോ ഞാൻ പണ്ട് നീ ഷാപ്പിലെ കറിക്കച്ചവടക്കാരത്തിയായിരുന്നു. സംസാരിക്കുമ്പോ മര്യാദ. എന്താണോ അയാളുടെ പേര്? കഞ്ഞിക്കുഴി കുഞ്ഞികൃഷ്ണൻ. എന്തെങ്കിലും ആവട്ടെ, ആ കൃഷ്ണന്റെ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനായിരുന്നു ഞാൻ ഈ വേദിയിൽ എത്തിയിരുന്നത്. ആ പുസ്തകങ്ങളുടെ പേര്